ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഒരു ഗ്രാമീണനായ സ്വഹാബി ഒരു കുല മുന്തിരിയുമായി കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ആദ്യമായി പഴുത്തു പാകമായ മുന്തിരിയായിരുന്നു അത്. താനും തൻ്റെ കുടുംബവും കഴിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ അത് കഴിക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അള്ളാഹുവിൻ്റെ ദൂതർ ഇരു കൈകളും നീട്ടി അത് സ്വീകരിച്ചു. കുലയിൽ നിന്നും ഒരു മുന്തിരി അടർത്തിയെടുത്ത് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പുഞ്ചിരിച്ചു. വീണ്ടും അടർത്തിയെടുത്തു കഴിച്ചു. അവിടെ നിന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ആ കുലയിലുണ്ടായിരുന്ന മുന്തിരി മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ കഴിക്കുകയും അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോടെ ചിരിച്ച് മറുപടി പറയുകയും ചെയ്തു. അദ്ദേഹത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചു. തുള്ളിച്ചാടി അദ്ദേഹം വീട്ടിലേക്ക് പോയി. സാധാരണഗതിയിൽ പ്രവാചകന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ അവിടുന്ന് ഒരല്പം മാത്രം അതിൽ നിന്ന് കഴിക്കുകയും തൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ബാക്കി നൽകുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി ആ കുലയിൽ നിന്നും ഒരെണ്ണം പോലും മിച്ചം വയ്ക്കാതെ പൂർണ്ണമായും കഴിച്ചു തീർത്ത പ്രവാചകന്റെ ഈ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ട സ്വഹാബികൾ നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്താണ് അവിടെ നിന്ന് അങ്ങനെ ചെയ്തത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ ഗ്രാമീണനായ സ്വഹാബിയുടെ മുഖം കണ്ടിരുന്നോ? എന്തൊരു സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. ഞാൻ അതിൽ നിന്ന് ഓരോന്ന് കഴിക്കുമ്പോഴും അദ്ദേഹം വലിയ സന്തോഷത്തോടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പക്ഷേ അതിൽ നിന്നും ഒരെണ്ണം സാധാരണ നൽകുന്നത് പോലെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ മുഖം ഒരിക്കലും സന്തോഷിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ആ മുന്തിരി ഭയങ്കരമായ പുളിപ്പുള്ളതായിരുന്നു. നിങ്ങൾക്ക് കഴിച്ചാൽ ഇതാണോ റസൂലിന് കൊണ്ടുപോയി കൊടുത്തതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയോ കയർക്കുകയോ ചെയ്തേക്കാം. അത് അദ്ദേഹത്തെ വിഷമിപ്പിക്കും. അത് വേണ്ടെന്ന് ഞാൻ കരുതിയാണ് അത് പൂർണ്ണമായും കഴിച്ചതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ.